ഹലോ ഗൈസ്, അപ്പോൾ ഫ്രം സീസൺ 4 റിലീസായിക്കാണ്. ഏപ്രിൽ 19 ഫ്രം സീസൺ 4 ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്തത്. വീക്കിലി ഓരോന്ന് വെച്ചിട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ അതേ മെത്തേഡിലാണ് ഇപ്രാവശ്യം റിലീസാവുന്നത്. ജൂൺ 21 ലാസ്റ്റ് എപ്പിസോഡും. ഇതാണ് ഇപ്രാവശ്യത്തെ ഫോർമാറ്റ് വരുന്നത്. അത് പോരാഞ്ഞിട്ട് ഇതിൽ ഇറങ്ങുന്നേക്കാട്ട് മുമ്പ് തന്നെ സീസൺ 5 റിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. അതായത് ലാസ്റ്റ് സീസൺ 5 ആണ്. അതോടുകൂടി തീർന്നു. കാര്യം ഇത്രയും കാലം എന്താ പറയുക, കുറേ മിസ്റ്റേക്ക് വന്നിട്ട് നമുക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നേരെ ഈ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ എവിടെ സീസൺ 3 ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചോ അവിടെ നിന്നുള്ള ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ്. ഒരു ടൈം ഗ്യാപ്പോ ടൈം സ്കിപ്പോ ഒരു പരിപാടിയില്ല. എവിടെ അവസാനിപ്പിച്ചോ എക്സാക്റ്റ് ആ പോയിന്റ് തൊട്ടിട്ടാണ് ഇനി കഥ പറഞ്ഞു തുടങ്ങുന്നത്. അതും എല്ലാം നമുക്ക് ഫുൾ ഫ്ലാഷ് ബാക്ക് തന്നെ ആദ്യം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഇൻട്രോ മ്യൂസിക് അതൊരു എന്താ പറയുക, ഞാൻ സ്കിപ്പ് ചെയ്ത് കാണാത്ത ചില ഇൻട്രോ മ്യൂസിക് മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഗെയിം ഓഫ് ത്രോൺസ് ആണ്, രണ്ടാമത് ഇതന്നെ. കാര്യം ഇത് വലിയ എപ്പിക്ക് സാധനം എന്നൊന്നും പറയില്ല, പക്ഷെ അടിപൊളിയാ. മറ്റേ ക്യൂസേറ എന്നുള്ള പാട്ട് കിട്ടില്ല സാധനം, ഒന്നും ഭയങ്കര ഇഷ്ടമാണ്, അത്രേ പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, സീരീസ്ക്ക് വരുമ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരു വലിയ ഫാസ്റ്റ് പേസിലൊന്നല്ല പോകണത്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ പോയോ ആ ഒരു സ്ലോ പേസ്, ആ ഒരു മീഡിയം ആ ഒരു പേസിൽ തന്നെ പോകുന്നുള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഒരു സ്റ്റോറിക്ക് ഒരു ചെറിയ ഡെവലപ്മെൻറ്റ് എന്താ പറയുക, ക്ലൈമാക്സ് ആകുമ്പോൾ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോൾ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സീസൺ 3 പലർക്കും ഇഷ്ടപ്പെടായിരുന്ന ഒരു കാര്യം എന്താ പറയുക, എല്ലാ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് മാത്രം കൊണ്ട് ക്ലൈമാക്സ് ഒക്കെ അതുവരെ പക്ക ഡ്രാമ, പ്രത്യേകിച്ച് കഥയിലൊന്നും ഉണ്ടാവില്ല. ഇപ്രാവശ്യം ഒരു സ്റ്റോറി ഡ്രിവൺ ആണ്. ത്രൂ ഔട്ടൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി നല്ലപോലെ പോകുന്നുണ്ട്. മറ്റാണെങ്കിൽ വെറുതെ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്ന പോലെ തോന്നിയത്. സീസൺ 1 അടിപൊളിയായിരുന്നു. സീസൺ 2 ഇങ്ങനെ ആയിരുന്നു. സീസൺ 3 ആണ് പിന്നെ ഒരു നോർമൽ വഴിക്ക് പോയത്. കുഴപ്പമില്ല, നല്ലൊരു കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, പുതിയ കുറേ മിസ്റ്റർ റിവീൽ ചെയ്ത് തന്നു. അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു രസമുണ്ടായി കാണാൻ. ഇപ്പോൾ കണ്ടവർക്ക് ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല. കാര്യം ഒരു സ്പോയിലർ കണ്ടാൽ തന്നെ അത് ചിലപ്പോൾ നമുക്കൊരു ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. എല്ലാവർക്കും സ്പോയിലർ കേൾക്കണ വലിയ ഇഷ്ടം ഉണ്ടാവില്ല. ആരും റിവ്യൂ കേൾക്കുന്നത് സ്പോയിലർ കേൾക്കാൻ വേണ്ടിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു സ്പോയിലറും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കണ്ടു നോക്കുക, ഇനി ഓരോ എപ്പിസോഡും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അത് ഇത്തിരി ഡിസപ്പോയിൻറ്റിങ് ആണ്. കാര്യം ജൂൺ 21 വരെ, ഇപ്പോൾ ഏപ്രിലായിട്ടുള്ളൂ, ജൂൺ 21 വരെ, അതായത് ഇന്നിപ്പോൾ ഏപ്രിൽ 22 ഇന്ന് വീഡിയോ എടുക്കുന്നത്, ജൂൺ 21 വരെ പറഞ്ഞാൽ 2 മാസത്തോളം ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത സീരീസ് വരെ ഇപ്പോൾ 2028 ആയിരിക്കും കേട്ടോ. അത്രയും വലിയൊരു ടൈം ഗ്യാപ്പ് വരാണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ത്രൂ ഔട്ട് ഇത് നല്ലൊരു എപ്പിസോഡാണ്. ഐ എം നോട്ട് സെയിങ് ലൈക്ക് പൈലറ്റ് എപ്പിസോഡൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ സീസൺ 4 ഫസ്റ്റ് എപ്പിസോഡ് ഒരു നല്ലൊരു റേഞ്ചിലാണ് പോകുന്നത്. മേ ബി ഒരു 8 ഒക്കെ റേറ്റിംഗ് കൊടുക്കുക. 8 ഒന്നും പറ്റില്ല എന്നുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് എ ഗുഡ് വൺ, നോട്ട് എ ഗ്രേറ്റ് വൺ, നോട്ട് എ ബാഡ് വൺ ഓർ വേഴ്സ് വൺ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ബാക്ക് ഒരു കമ്മിങ് ബാക്ക് എന്നുള്ള നിലയിൽ നല്ലൊരു സാധനമാണ്, ഒരു ഫ്രഷ് സാധനം, അടിപൊളിയുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എത്രമാത്രം ഫ്രം ഫാൻസ് ഈ കൂട്ടത്തിലുണ്ട് എന്ന് പറയണം. അതേപോലെ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിനായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും കേട്ടോ. ഇതിൽ കുറേ നമ്മുടെ എല്ലാ പഴയ ക്യാരക്ടേഴ്സിനെയും കാണുമ്പോൾ, അതായത് അവസാന സീസൺ 3 കണ്ട ശേഷം പിന്നെ വീണ്ടും റിവൈൻഡ് ചെയ്ത് കണ്ടിട്ട് പോലുമില്ല ആ ക്യാരക്ടേഴ്സ്. നമ്മുടെ എൽജിന്, അതേപോലെ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള എന്താ അവൻ്റെ പേര്, ബോയ്ഡ്, അവൻ്റെ മകൻ ഫാത്തിമ, അതിൻ്റെ പേര് മറക്കൂല ഞാൻ, കോപ്പ്, അങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സിനൊക്കെ ചെറുതായിട്ടൊന്ന് കാണിച്ചുകൊണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും കാണിക്കുന്നുണ്ട്. ഒരു ക്യാരക്ടർ മിസ്സായിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അവിടെ ഇവിടെ ആയിട്ടൊന്ന് കാണിച്ചുകൊണ്ട്. ആ ചെക്കന് ഇതൊരു വലുതായിട്ടില്ല. 2 ഇയറിൻ്റെ ഗ്യാപ്പ് ഉണ്ടായില്ലേ. എനിക്ക് തോന്നുന്നു ഇവർ അന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാ. കാര്യം ആ ചെക്കൻ വലുതായിട്ടില്ല. മേ ബി അവരെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഇല്ലാന്നൊക്കെ തോന്നുന്നു. പക്ഷേ ആ ചെക്കനൊരു വലിപ്പം വെച്ചിട്ടില്ലടോ. ആ സീസൺ 3 എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ തോന്നിയാണോന്ന് അറിയില്ല. അടിപൊളിയുണ്ട് പരിപാടി. നല്ല കാസ്റ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ട്. കുറച്ച് ക്യാരക്ടേഴ്സ് പുതിയതായി വരുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. മിസ്റ്ററി ഉള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട്. എന്തായാലും നല്ല രസമുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. അത് വരുമ്പോൾ അതിൻ്റെ കൂടി വീഡിയോ ഇടാം. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ലാസ്റ്റ് ജൂൺ തീരും പെടാം, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ റിവ്യൂ ഇടാം. ഓക്കെ, ശരി, ബൈ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.